ലേറ്റ് ആയത്? ഞാൻ ലേറ്റ് ആയിട്ടൊന്നുമില്ല. ആ, ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കേ. അല്ല, ആരെങ്കിലും കുറവുണ്ടോ? ഇല്ല. ജ്യോതി എവിടെ? അവളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. അനാമികക്ക് അറിയാമോ? അത് ടീച്ചറെ, പിന്നെ എന്താ പറ ടീച്ചറെ, ജ്യോതിയുടെ കല്യാണമാണ് അടുത്ത ദിവസം. അവളുടെ അച്ഛൻ എൻ്റെ വീട്ടിൽ കല്യാണം പറയാൻ വന്നിരുന്നു. കല്യാണമോ? എന്ത്, പഠിപ്പ് തീർക്കാതെയോ? അനാമിക, നീ എന്താണിത് എന്നോട് പറയാതിരുന്നത്? ടീച്ചറെ, അവളുടെ അമ്മ എന്നോട് പറഞ്ഞു ആരോടും പറയരുതെന്ന്. എന്നാൽ ഞാൻ അവളുടെ വീട് വരെ ഒന്ന് പോകാം. നിങ്ങൾ ബുക്ക് എടുത്തു. അയ്യോ, ബെല്ലടിച്ചല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ വരാം. അയ്യോ, പേടിയാവുന്നു. അവളുടെ അച്ഛനും അമ്മയും ഇനി എന്തെങ്കിലും ചെയ്യുമോ? ദേഷ്യപ്പെടുമോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവർ ദുഷ്ടന്മാരാണോ? അവരെ കാണുമ്പോൾ തന്നെ പേടിയാ. ഉരുണ്ട കണ്ണും ഉറച്ച ശബ്ദവും അമ്മയെ ഓർക്കുമ്പോൾ തന്നെ പേടി. അയ്യോ പാവം ജ്യോതി. എന്നിട്ട്? അവളെ ഒരു റൂമിൽ പൂട്ടിയിട്ടു. അയ്യോ പാവം ജ്യോതി, അവൾ എത്ര വിഷമിക്കുന്നുണ്ടാവും. സ്കൂൾ വിട്ടില്ലേ, നമുക്ക് പോകാം. ഇത് ജ്യോതിയുടെ വീടല്ലേ? നിങ്ങൾ ജ്യോതിയുടെ അച്ഛനല്ലേ? ആരാ? എന്ത് വേണം? ജ്യോതിയുടെ ക്ലാസ് ടീച്ചറാ. അവൾക്ക് എന്ത് പറ്റി? അവൾക്കൊന്നും പറ്റിയില്ല. അവൾ ഇനി സ്കൂളിൽ വരില്ല. പഠിപ്പ് നിർത്തി. പഠിപ്പ് നിർത്താനോ? ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമില്ലാതെ എങ്ങനെ ജീവിക്കും? എൻ്റെ മോൾക്ക് അത്ര പഠിപ്പ് മതി. ഞങ്ങൾ അവളെ നോക്കിക്കോളാം. നിങ്ങൾ ആരും പേടിക്കണ്ട. എനിക്ക് പേടിയോ? എന്തിന്? ഒരു പൗരന്റെ അവകാശമാണ് വിദ്യാഭ്യാസം. അത് നിഷേധിക്കുന്ന നിങ്ങളെ ഞാൻ നിയമത്തിന് മുന്നിൽ എത്തിക്കും. നിങ്ങൾക്ക് ശിക്ഷയും വാങ്ങിത്തരും. നിങ്ങൾക്ക് അത്രക്കും ധൈര്യമോ? ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ വിദ്യാർത്ഥിയുടെ ഭാവി എൻ്റെ കയ്യിലാണ്. ജ്യോതിയുടെ ആഗ്രഹം എന്തായാലും അത് ഞാൻ നടത്തിക്കൊടുക്കും. ടീച്ചർ പാടം നോക്കി പോകൂ. അവൾക്ക് നല്ലൊരു ആലോചന വന്നു. ഞങ്ങൾ അത് നടത്താൻ തീരുമാനിച്ചു. അത് ശരി, നിങ്ങൾ വിദ്യാഭ്യാസം നിഷേധിച്ചത് പോരാഞ്ഞിട്ട് അവളെ ശൈശവിവാഹത്തിന് പ്രേരിപ്പിക്കുന്നോ? ഞാൻ നിങ്ങൾക്കെതിരെ പരാതി നൽകും. സൂക്ഷിച്ചോളൂ. ജ്യോതി, നിന്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്തോ? ഇല്ല. നിന്നെ തല്ലിയോ അവർ? ഇല്ല. അവർ എന്താണ് നിന്നോട് പറഞ്ഞത്? ഗുഡ് മോർണിംഗ് ടീച്ചർ. അല്ല, ഇതാര്? ജ്യോതിയോ? നിന്റെ വീട്ടുകാർ എന്ത് തീരുമാനിച്ചു? ടീച്ചർ അവരെന്നെ തുടർന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. കല്യാണം ജോലി കഴിഞ്ഞ് കഴിച്ചോളാമെന്നും അച്ഛൻ പറഞ്ഞു. ഒരു കുട്ടിക്ക് ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ്. അത് കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു ജോലിയും ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് പിന്നീടാവാമല്ലോ. വരൂ കുട്ടികളെ, നമുക്ക് കൗമാരകാലം പഠിച്ചു രസിച്ചു നീങ്ങാം. ശൈശവവിവാഹത്തിനെതിരെ പോരാടാം. സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുമുള്ള അതിക്രമങ്ങൾക്കെതിരായി ഓറഞ്ച് ദ വേൾഡ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി ചാവശ്ശേരി സ്കൂളിൽ നടത്തിയ സ്കിറ്റിന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ നാട്ടിൽ ബാലവിവാഹം നടക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അംഗൻവാടി ടീച്ചറെയോ നിങ്ങളുടെ ICDS സൂപ്പർവൈസറെയോ നിങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്ക് എല്ലാവരും ഒന്നിച്ച് നിന്നാലേ ഈ സാമൂഹ്യ തിന്മയെ നമുക്ക് ഈ നാട്ടിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു ബാലവിവാഹം ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 2500 രൂപ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് പൊൻവാക്ക് എന്ന് പറയും.